അടുത്ത സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ തന്നെ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡറും ഫസ്റ്റാണ്, ഡിഗ്രിയും ഫസ്റ്റാണ്. ഓർഡറും ഡിഗ്രി എന്താ നമുക്കറിയാം. ഫസ്റ്റ് ഓർഡറും dy/dx ഉള്ള ഇക്വേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ നമ്മൾ സോൾവ് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഡിഗ്രി ആണ് ഇക്വേഷൻ. അതിൽ തന്നെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ എന്നുള്ള സെക്ഷനാണ്. ഫോക്കസ് ഏരിയ എന്നുള്ള വരുന്നതും ഈ സെക്ഷനാണ്. വേരിയബിൾ സെപ്പറബിൾ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ mdx + ndy = 0 എന്നുള്ള ഫോമുലായും m and n are functions of x alone. m എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് എക്സ് ഓൺലി, n is a function of y ഓൺലി. m എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് എക്സ് ഓൺലി, n എന്ന് പറഞ്ഞാൽ n is a function of y ഓൺലി. m എന്ന് പറഞ്ഞാൽ എക്സ് മാത്രമുള്ള ഫംഗ്ഷനായും n എന്ന് പറഞ്ഞാൽ y ഉള്ളൊരു ഫംഗ്ഷനായും. അപ്പോൾ ഡിവൈൻ്റെ അടുത്ത് y ഉള്ള ഫംഗ്ഷനും വരണം, dxൻ്റെ അടുത്ത് x ഉള്ളൊരു ഫംഗ്ഷനും വരണം. അതാണ് mdx + ndy = 0 എന്നുള്ള ഫോമിൽ വന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 c എന്നായി, കോൺസ്റ്റൻ്റ് ആയും. കാരണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവാണ് 0. അപ്പോൾ 0 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാവുള്ളൂ. dxൻ്റെ അടുത്ത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവും, അതിൻ്റെ കൂടെ y ഉണ്ടായത്. ഡിവൈൻ്റെ അടുത്ത് എക്സിലുള്ളൊരു ഫംഗ്ഷനെ വരാവും, അവിടെ ഡിവൈൻ്റെ അടുത്ത് y ഉള്ള ഫംഗ്ഷനെ വരാവും. dxൻ്റെ അടുത്ത് എക്സിലുള്ള ഫംഗ്ഷൻ, ഡിവൈൻ്റെ അടുത്ത് y ഉള്ളൊരു ഫംഗ്ഷൻ, അങ്ങനെ വരണവും. അങ്ങനെ വന്നാൽ അതിനാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ വന്ന് ആയി കഴിഞ്ഞാൽ വേഗം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് dy/dx = dy/dx = 5x + 7. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് dy = 5x + 7 × dx ഉണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ dy = 5x + 7 × dx. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിളായി. അതിപ്പോൾ mdx + ndy = എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ വന്നാലും മതി. mdx = ndy ഇങ്ങനെ കിട്ടിയാലും മതി, അപ്പുറം മതി. അപ്പോൾ dxൻ്റെ അടുത്ത് x ഉള്ള ഫംഗ്ഷൻ ആയിരിക്കണം, ഡിവൈൻ്റെ അടുത്ത് y ഉള്ള ഫംഗ്ഷൻ ആയിരിക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടും ഒരു സൈഡിൽ ഡിവൈയും dx ഒരു സൈഡിലാണെങ്കിൽ പ്രശ്നമില്ല. ഇനി dxഉം ഡിവൈയും രണ്ട് സൈഡിലാണെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിവൈൻ്റെ അടുത്ത് y ഇവിടെ ഡിവൈൻ്റെ അടുത്ത് ഒന്നുമില്ല, അപ്പം ഒരു പ്രശ്നമില്ല. dxൻ്റെ അടുത്ത് കണ്ടോ എക്സിലുള്ളൊരു ഫംഗ്ഷൻ മാത്രമായി. ഇതിനാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. ഡിവൈൻ്റെ കൂടെ y ഉള്ള ഫംഗ്ഷനെ വരികയാണെങ്കിൽ ഇവിടെ ഒന്നും വന്നില്ല, പ്രശ്നമില്ല. dxൻ്റെ കൂടെ എക്സിലുള്ള ഫംഗ്ഷനെ വരാവും, അങ്ങനെ വന്നു, എക്സിലെ ഫംഗ്ഷനേ ഉള്ളൂ. ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിളാണ്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ dy = 5x + 7 dx. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y, ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x, അപ്പോൾ ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y. 5ൻ്റെ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 + 7ൻ്റെ ഇൻ്റഗ്രൽ 7x + c. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇപ്പോൾ dy/dx = 5x + 7 എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റിന്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ dy = 5x + 7 × dx എന്നായി. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. ഇൻ്റഗ്രൽ dy = 5x + 7 dx. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y ആണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 5ൻ്റെ എക്സിൻ്റെ x²/2 7ൻ്റെ 7x + c. അപ്പോൾ ആൻസറായി. ഇങ്ങനെ ചെയ്യും. ഇതാണ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടാണ് സോൾവ് ചെയ്യുക. അതേസമയം ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് ഡെറിവേറ്റീവ് dy/dxഉം d²/d² കണ്ട് ഡെറിവേറ്റീവിലൂടെയാണ് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ വരുന്നത്. ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുന്നില്ല. അതിൽ തന്നെ ഫസ്റ്റ് വേരിയബിൾ സെപ്പറബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്ന് സോൾവ് dy/dx = x²/1 + y². ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഇസിക്കൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡി വൈ ഇസിക്കൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയി. ഡി വൈൻ്റെ അടുത്ത് 1 പ്ലസ് വൈ സ്ക്വയർ വൈൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഡി എക്സിൻ്റെ അടുത്ത് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ വേഗം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ 1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ 1ൻ്റെ വൈ ആണ് നമുക്കറിയാം. വൈ സ്ക്വയറിൻ്റെ വൈ ക്യൂബ് ബൈ 3 ആണെന്നറിയാം. എക്സ് സ്ക്വയറിൻ്റെത് ഈക്വൽ ടു ആണ് എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 പിന്നെ ഒരു സിയും വേണം. ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയബിൾ സെപ്പറബിളായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1ൻ്റെ വൈ സ്ക്വയറിൻ്റെ വൈ ക്യൂബ് ബൈ 3 എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ദിവസം നോക്കാം. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ സെപ്പറബിൾ ആകുക. ഡി വൈൻ്റെ അടുത്ത് വൈൻ്റെ ഫംഗ്ഷൻ വരിക, ഡി എക്സിൻ്റെ അടുത്ത് എക്സിലുള്ള ഫംഗ്ഷൻ വരുന്നതിനാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുക. വേറൊന്ന് ഡി വൈ ബൈ ഡി എക്സ് സിക്കല്ലോ ഇ റേസ് എക്സ് പ്ലസ് 1 വൈ. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ സിക്കല്ലോ ഇ റേസ് ടു എക്സ് പ്ലസ് 1 വൈ ഡി എക്സ് എന്നാണ് വരിക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഡി വൈ, ഇങ്ങനെ വിളിക്കുമ്പോൾ ഡി എക്സും ഇ റേസ് എക്സ് പ്ലസ് 1ഉം വൈ ഒക്കെ ഒന്നിച്ച് ഇങ്ങനെ വരും. ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ് വൈ അല്ലെങ്കിൽ ഇ റേസ് എക്സ് പ്ലസ് 1 വൈ ഡി എക്സ്. ഡി എക്സിൻ്റെ അടുത്ത് എക്സുള്ള ഫംഗ്ഷൻ മാത്രമേ പറ്റൂ, വൈയാണ് പറ്റൂല. അപ്പോൾ വൈയോട് ഡിവൈഡ് ചെയ്ത് വൈയിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വൈയിനെ ഡിവൈഡ് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ വൈയോട് ഡിവൈഡ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ആ വൈയിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആടെ ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ് മാത്രമേ വൈയിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ വൈ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഡി വൈ ബൈ വൈ സിക്കലോ ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇപ്പം വേരിയബിൾ സെപ്പറബിളായി. ഡി എക്സിനടുത്ത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻ്റൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എക്സിലുള്ള വൈൻ്റെ അടുക്കൊരു വൈ കയറി വരുന്നത് മാത്രം. ഡി വൈൻ്റെ അടുത്ത് വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രൽ ഡി വൈ ബൈ വൈ സിക്കൽ ഇൻറ്റഗ്രൽ ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ് കഴിഞ്ഞു. ഡി വൈ ബൈ വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ വൈ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് വൈ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് മോഡ് വൈ സിക്കൽ ഇ റേസ് എക്സിൻ്റെ ഇ റേസ് എക്സ് തന്നെയാണ്. 1ൻ്റെ എക്സ് ആണ് പ്ലസ് സി. ലോഗ് മോഡ് വൈ സിക്കൽ ഇ റേസ് എക്സ് പ്ലസ് സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ സിക്കൽ ഇ റേസ് എക്സ് പ്ലസ് 1 വൈ ഡി എക്സ് എന്നായി. വൈ ഇവിടെ പറ്റൂല, വൈയിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഡി വൈ ബൈ വൈ സിക്കൽ ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ് വേരിയബിൾ സെപ്പറബിളായി. ഇൻറ്റഗ്രൽ ഡി വൈ ബൈ വൈ സിക്കൽ ഇൻറ്റഗ്രൽ ഇ റേസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഡി വൈ ബൈ വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സിൻ്റെ ലോഗ് മോഡ് എക്സ്, 1 ബൈ വൈൻ്റെ ലോഗ് മോഡ് വൈ സിക്കൽ ഇ റേസ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ നടത്തുകയാണ്. ഇ റേസ് എക്സിൻ്റെ ഇ റേസ് എക്സ് 1ൻ്റെ എക്സ് പിന്നെ ഒരു സിയും കൂടി ഇടണം. അപ്പോൾ ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ടൈപ്പ്. ഇതാണ് ഫോക്കസ് ഏരിയയിൽ പ്രാവശ്യം വന്ന ഇതാണ് വേരിയബിൾ സെപ്പറബിളാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നായിരുന്നു. ഡി വൈ ബൈ ഡി എക്സ് സീക്കല്ലോ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് 1. ഡി വൈ ബൈ ഡി എക്സ് സീക്കല്ലോ ഇവിടുന്ന് രണ്ടും കൂടി നമുക്ക് എക്സ് പുറത്തെടുക്കാം. എക്സ് പുറത്തെടുക്കാൻ വൈ പ്ലസ് 1 ഉണ്ടാവും. പിന്നെ ഒരു വൈ പ്ലസ് 1 വേറെ ആൾ വൈ പ്ലസ് 1 ആണ്. ഇത് രണ്ട് ടേമിൽ നിന്ന് എക്സ് പുറത്തെടുത്താൽ വൈ പ്ലസ് 1 പിന്നെ ഒരു വൈ പ്ലസ് 1. ഇനി നമ്മൾ വൈ പ്ലസ് 1 പുറത്തെടുക്കാൻ പോവാം. രണ്ടിലും വൈ പ്ലസ് 1 വൈ പ്ലസ് 1 പുറത്തെടുത്താൽ എക്സ് പ്ലസ് 1 ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഡി വൈ ബൈ ഡി എക്സ് സീക്കല്ലോ വൈ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാണ് ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ സീക്കല്ലോ ഇങ്ങനെ വിളിക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഒരു വൈ പ്ലസ് 1 ഡി എക്സ് ഉണ്ടാകും. പക്ഷേ ഈ വൈ പ്ലസ് 1 അവിടെ പറ്റൂല. ഡി എക്സിനടുത്ത് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമേ പറ്റൂ. അപ്പോൾ വൈ പ്ലസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡി വൈ ബൈ വൈ പ്ലസ് 1 ഈക്വൽ എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിളായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിളാകുന്ന കൂടെ തന്നെ സ്റ്റെപ്പ് കട്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 1 ബൈ വൈ ലോഗ് മോഡ് വൈ. അപ്പോൾ 1 ബൈ വൈ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് വൈ പ്ലസ് 1
ലോഗ് മോഡ് വൈ പ്ലസ് വൺ എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ ടു വണ്ണിൻ്റെ എക്സ് പ്ലസ് സി. ഇപ്പോൾ ലോഗ് മോഡ് വൈ പ്ലസ് വൺ സീകളിലോ ലോഗ് മോഡ് വൈ പ്ലസ് വൺ സീകൾ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് പ്ലസ് സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി എക്സിനടുത്ത് വൈ പ്ലസ് വൺ കയറി വന്നു. അപ്പോൾ ഡി എക്സിനടുത്ത് എക്സ് പ്ലസ് വൺ കുഴപ്പമില്ല, വൈ പ്ലസ് വൺ അവിടെ പറ്റില്ല. അതുകൊണ്ട് വൈ പ്ലസ് വൺ ഇങ്ങോട്ട് അടിയിൽ ഇങ്ങോട്ട് ഉണ്ടോ ഡി വൈ ബൈ വൈ പ്ലസ് വൺ എഴുതി അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1 വൈ പ്ലസ് വൺ ലോഗ് മോഡ് വൈ പ്ലസ് വൺ എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ ടു വണ്ണിൻ്റെ എക്സ് പ്ലസ് സി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. ഡി വൈ ബൈ ഡി എക്സ് സികളും എക്സ് വൈ പ്ലസ് വൈ എക്സ് വൈ പ്ലസ് എക്സ്. ഇവിടെ മുകളിൽ നിന്നൊരു വൈയും പുറത്തെടുക്കാനുണ്ട്. ഡിനോമിനേറ്റർ ഒരു എക്സും പുറത്തെടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് സികളിൽ എക്സ് വൈ മുകളിൽ നിന്ന് വൈ പുറത്തെടുത്താൽ എക്സ് പ്ലസ് വൺ ഉണ്ടാവും. ഇവിടുന്ന് എക്സ് പുറത്തെടുത്താൽ വൈ പ്ലസ് വൺ ഉണ്ടാവും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും വൈ പ്ലസ് വണ്ണും എക്സും വൈ പ്ലസ് വണ്ണും ഡി വൈയും ഇങ്ങനെ വിളിക്കുമ്പോൾ വൈയും എക്സ് പ്ലസ് വണ്ണും ഡി എക്സും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വൈയിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. വൈ അവിടെ പറ്റില്ല, വൈയിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് ഡി വൈൻ്റെ അടുത്ത് വൈ പ്ലസ് വണ്ണേ പറ്റൂ, ഡി വൈൻ്റെ അടുത്ത് വൈ പ്ലസ് വൺ പറ്റും, എക്സ് പറ്റൂല. അപ്പോൾ വൈ പ്ലസ് വൺ ഡി വൈ. അതേസമയം ആ സൈഡിൽ ഡി എക്സിൻ്റെ കൂടെ വൈ പറ്റൂല, വൈയിന് അങ്ങോട്ട് കൊണ്ടുപോകണം. ആ സൈഡിൽ വൈയിന് അങ്ങോട്ട് കൊണ്ടുപോകണം. ഈ സൈഡിലെ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെയും ചെയ്താലും മതി. ഡിവൈഡ് ബൈ എക്സ് വൈ രണ്ട് സൈഡിലും എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് അങ്ങോട്ട് പോകും. അപ്പോൾ വൈ വൈ എന്നുണ്ടാവും. അപ്പോൾ വൈ പ്ലസ് വൺ ഡി വൈ ബൈ വൈ. ആ സൈഡിൽ എക്സ് വൈ കൊണ്ട് ഈ വൈ അങ്ങോട്ട് പോകും, പിന്നെ എക്സ് അടിയിലുണ്ടാവും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. ഡി വൈൻ്റെ സൈഡിൽ വൈയുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ഡി എക്സിൻ്റെ സൈഡിൽ എക്സിലെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ. പുറത്തെടുക്കാനൊക്കെ പുറത്തെടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഡി എക്സിൻ്റെ അടുത്ത് വൈയിൻ്റെ ടേം വരുന്നുണ്ട്, ഡി വൈൻ്റെ അടുത്ത് എക്സിൻ്റെ ടേം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. വേരിയബിൾ സെപ്പറബിളായി കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ നടത്താം. അവിടെ ഒരു സ്പ്ലിറ്റിങ് നടത്തണം നമുക്ക്. വൈ ബൈ വൈ 1 ബൈ വൈ നടത്താം. അവിടെ എക്സ് ബൈ എക്സ് 1 ബൈ എക്സ് എന്നാണ്. സ്പ്ലിറ്റ് ചെയ്യുക. വൈ ബൈ വൈ ബൈന വൈ ഡിവൈഡ് ബൈ വൈ പ്ലസ് 1 ബൈ വൈ. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 1 ബൈ വൈ എന്നായി. ഡി വൈ സികളും ഇത് 1 പ്ലസ് 1 ബൈ എക്സ് എന്ന് വൈ ഡി എക്സ്. 1ൻ്റെ ഇൻ്റഗ്രൽ വൈ ആണ്. 1 ബൈ വൈൻ്റെ ലോഗ് മോഡ് വൈ എന്നാണ്. ഇവിടെ 1ൻ്റെ ഡി എക്സ് ആയതുകൊണ്ട് എക്സ് ആണ്. ലോഗ് മോഡ് എക്സും ഒരു സിയും, വൈയും ലോഗ് മോഡ് വൈയും, പിന്നെ എക്സും ലോഗ് മോഡ് എക്സും പ്ലസ് സി. ഇപ്പോൾ രൂപം കിട്ടിയാൽ എന്താണ് വേരിയബിൾ സെപ്പറബിൾ, എങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആക്കുന്നത്. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് അന്നേരം കിട്ടുന്ന ആൻസറാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇക്വലും ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് ഇക്വലും ഇ റേസ് ടു എക്സ് മൈനസ് വൈനെ ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് വൈ എഴുതാം. എ റേസ് എം ബൈ എ റേസ് എം മൈനസ് എന്നാണ്. അപ്പോൾ എ റേസ് എക്സ് മൈനസ് വൈ എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. പ്ലസ് ഈ റേസ് മൈനസ് വൈന് ഡിവൈഡ് ബൈ കൊണ്ടുവരുമ്പോൾ ഇ റേസ് വൈ എന്നാവും. അങ്ങനെ ഉണ്ടാവും. ഇ റേസ് എക്സ് മൈനസ് വൈനെ ഇ റേസ് എക്സ് ബൈ ഇ റേസ് വൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇ റേസ് മൈനസ് വൈന്
എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ റേസ് ടു വൈ എന്ന് എഴുതാം. ഇ റേസ് മൈനസ് വൈ ഡിവൈഡ് ബൈ എത്തുമ്പോൾ ഇ റേസ് ടു വൈ എന്നുണ്ടാവും. ഇനി ഇ റേസ് ടു വൈ എൽ സി എടുക്കുക. അന്നേരം ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാവും. ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഇ റേസ് ടു വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു വൈ ഡി വൈ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വേരിയബിൾ സെപ്പറബിളായി. ഡി വൈനടുത്ത് വൈ ഉള്ളൂ, ഡി എക്സിനടുത്ത് എക്സ് ഉള്ളതാണ് വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസറായി. രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ നടത്തുക. അപ്പോൾ ഇ റേസ് വൈൻ്റെ ഇ റേസ് വൈ എന്നാണ്, ഇ റേസ് എക്സിൻ്റെ ഇവിടെ ഇ റേസ് എക്സ് എന്നാണ്. എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 എന്നാണ്. എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇങ്ങനെ ചെയ്യുന്നതാണ് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ ആക്കിയിട്ട് വേണം ഇൻ്റഗ്രേഷൻ നടത്താൻ. ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഡി വൈ സിക്കലും വൈ പ്ലസ് 1 ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഡി വൈനെടുത്ത് ഇ റേസ് ടു എക്സ് പ്ലസ് 1 എന്നുള്ളത് പറ്റൂല. ഇത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, ഡി വൈനെടുത്താൽ പറ്റൂല. ഡി എക്സിനടുത്ത് ഇ റേസ് ടു എക്സ് പറ്റും, വൈ പ്ലസ് 1 അവിടെ പറ്റൂല. അപ്പോൾ ഏതൊക്കെയാണ് പറ്റാത്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതങ്ങ് പോവുകയാണ്. രണ്ടെണ്ണം പറ്റാത്തതുണ്ട് ഇവിടെ. ഈ ഡി വൈൻ്റെ അടുത്ത് പറ്റാത്തത് ഇ റേസ് ടു എക്സ് പ്ലസ് 1, ഡി എക്സിൻ്റെ അടുത്ത് പറ്റാത്തത് വൈ പ്ലസ് 1. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. പറ്റാത്ത രണ്ടും ഒന്നിച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം, രണ്ട് സൈഡിലും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 1 dy by e raised to x plus 1 by y plus 1 is equal to y plus 1 e raised to x dx by e raised to x plus 1 into y plus 1. രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇ റേസ് എക്സ് പ്ലസ് 1 ഇ റേസ് എക്സ് പ്ലസ് 1 പോയി, വൈ പ്ലസ് 1 വൈ പ്ലസ് 1 പോയി. പിന്നെ അവിടെ ബാക്കി ഉണ്ടാകാം dy by y plus 1 is equal to e raised to x dx by e raised to x plus 1 ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. dy by y plus 1 അവിടെ e raised to x dx by e raised to x plus 1 എന്നുള്ള വേരിയബിൾ സെപ്പറബിളായി. ഇനി ഇൻ്റഗ്രേഷൻ നടത്താം. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട ടേം ആദ്യം കണ്ടുപിടിക്കുക. അതൊക്കെയാണ് അവിടെ പറ്റാത്തത്. ആ രണ്ട് ടേം ആണ്, രണ്ടാണെങ്കിൽ രണ്ടോ ഡിവൈഡ് ചെയ്യുക, ഒന്നാണെങ്കിൽ ഒന്നോ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതങ്ങ് പോകും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആവും. വേരിയബിൾ സെപ്പറബിൾ ആയ പിന്നെ ഒന്നുമില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. വൺ ബൈ വൈ പ്ലസ് 1ൻ്റെ ലോഗ് മോഡ് വൈ പ്ലസ് 1. വൈ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവാണ് ഡി വൈ. 1ന് 0 ആണ്, വൈന് ഡി വൈ. ഇ റേസ് ടു എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവാണ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് മോഡ് ഉണ്ടെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ അങ്ങ് എഴുതി വെച്ചാൽ മതി. അത് നേരത്തെ നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് മോഡ് കിട്ടിക്കഴിഞ്ഞാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഇപ്പോൾ ലോഗ് മോഡ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ഇ റേസ് എക്സ് പ്ലസ് 1 പ്ലസ് സി. ഇനിയും ചെറുതാക്കുക ചെയ്യട്ടോ. ഇവിടെ ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ഇത് ഇനിയും ചെറുതാക്കുക ചെയ്യും. അതിന് ലോഗ് മോഡ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ഇ റേസ് എക്സ് പ്ലസ് 1 പ്ലസ് ലോഗ് മോഡ് സി എന്ന് എഴുതുക. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ലോഗ് മോഡ് സി എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റി. ലോഗ് മോഡ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാണ്. ഈ കോൺസ്റ്റൻറ്റിനെ ആ ഒരു ഫോമിലേക്ക് മാറ്റുക. അങ്ങനെ എഴുതാം. കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ കോൺസ്റ്റൻ്റ് ഏത് ഫോമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ലോഗ് മോഡ് വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ഇ റേസ് എക്സ് പ്ലസ് 1 ഇൻറ്റു സി എന്നുണ്ടാവും. കാരണം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്നാണ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിൽ ലോഗും ഒഴിവാക്കുക. രണ്ട് സൈഡിൽ ലോഗും മോഡും ഒഴിവാക്കിയാൽ വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഇ റേസ് എക്സ് പ്ലസ് 1 ഇൻറ്റു സി എന്നുണ്ടാവും. വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് എക്സ് പ്ലസ് 1. ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ നിർത്തിയാലും മതി. എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ എക്സ് പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ്
പ്ലസ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ ഡി വൈ ഈസ് ഈക്വൽ 0 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തെങ്കിലും പുറത്തെടുക്കാനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബ്രേക്കറ്റിനകത്ത് ഒരു എക്സ് പുറത്തെടുക്കാനുണ്ട്. ആദ്യത്തെ ബ്രേക്കിനകത്ത് എക്സ് പുറത്തെടുക്കുമ്പോൾ എക്സിൻ്റെ 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്, എക്സിൻ്റെ 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്. ഇവിടുന്ന് വൈ പുറത്തെടുക്കാനുണ്ട്. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ 0. ഇനി നമുക്ക് ഡി എക്സിനടുത്ത് എക്സ് പ്രശ്നമില്ല, 1 പ്ലസ് വൈ സ്ക്വയർ അവിടെ പറ്റൂല. ഡി വൈൻ്റെ അടുത്ത് വൈയും പറ്റൂല. അപ്പം വൈൻ്റെ 1 പ്ലസ് വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല, ഡി വൈൻ്റെ അടുത്ത് വൈ പറ്റും, പക്ഷേ 1 മൈനസ് എക്സ് സ്ക്വയർ പറ്റൂല. ഡി വൈൻ്റെ അടുത്ത് വൈ പറ്റും, 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് പറ്റുക. അത് പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്നുകൂടി നോക്കാം. ഇവിടുന്ന് എക്സ് പുറത്തെടുത്താണ് വൈ പുറത്തെടുത്ത്. ഡി എക്സിൻ്റെ കൂടെ എക്സ് പറ്റും, 1 പ്ലസ് വൈ സ്ക്വയർ പറ്റൂല. 1 പ്ലസ് വൈ സ്ക്വയർ കൊണ്ട് ഒഴിവാക്കണം. ഡി വൈൻ്റെ അടുത്ത് വൈ പറ്റും, 1 മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ പറ്റൂല. അപ്പോൾ ഏതാണ് പറ്റാത്തത്? 1 പ്ലസ് വൈ സ്ക്വയറും 1 മൈനസ് എക്സ് സ്ക്വയറും. അതുകൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാം. രണ്ട് സൈഡും എന്ത് ചെയ്യാം? ഈ രണ്ട് ടേം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്ത് അങ്ങ് പോവുക. ഏതാണ് കട്ട് ചെയ്ത് പോകാൻ നോക്കി ബാക്കി അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതിയാണ്, അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഏതൊക്കെ കട്ട് ചെയ്യാന്ന് പറയാം? 1 പ്ലസ് വൈ സ്ക്വയറും 1 പ്ലസ് വൈ സ്ക്വയറും കട്ടാവും. പിന്നെ ഒരു എക്സ് ഡി എക്സും ഒരു 1 മൈനസ് എക്സ് സ്ക്വയറും ഉണ്ടാവും. പ്ലസ് ഇവിടെ ഏതാണ് കട്ടാകുന്നത്? 1 മൈനസ് എക്സ് സ്ക്വയറും 1 മൈനസ് എക്സ് സ്ക്വയറും കട്ടായ വൈ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ 0. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയി. കാരണം ഡി എക്സിൻ്റെ അടുത്ത് എക്സ് ഉള്ളത് മാത്രമേ ഉള്ളൂ, ഡി വൈൻ്റെ അടുത്ത് വൈ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇൻറ്റഗ്രൽ വൈ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സി. ഇനി രണ്ട് സൈഡും രണ്ട് ഇൻറ്റഗ്രേഷൻ നടത്താണ്ട് രണ്ട് ഇൻറ്റഗ്രേഷൻ നടത്തി കഴിയുമ്പോൾ ആൻസർ കിട്ടും. അത്രേ ചെയ്യാനുള്ളൂ. വേണമെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയറിന് ടീന്ന് പുട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഇൻറ്റഗ്രൽ വേണമെങ്കിൽ ഈ സൈഡിലേക്ക് 1 മൈനസ് എക്സ് സ്ക്വയറിന് ടീന്ന് പുട്ട് ചെയ്താൽ മൈനസ് 2x dx ഇക്വൽ dt, എക്സ് ഡി എക്സ് ഇക്വൽ മൈനസ് ഡി ടി ബൈ 2 ഉണ്ടാവും. അപ്പോൾ അത് മൈനസ് ഡി ടി ബൈ 2 ബൈ ടി എന്നായി. ഇവിടെ വേണമെങ്കിൽ ഒരു 1/2 കൊണ്ട് ഗുണിക്കുകയും 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ഒരു 1/2 കൊണ്ട് ഗുണിക്കുകയും ഡിവൈഡ് ചെയ്യും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ വൈ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ സ്റ്റെപ്പൊന്നും മാറ്റിയില്ല. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു ഡി ടി ബൈ ടി. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡിറ്റി എന്ന് എഴുതിയാൽ മതി. 1/2 പുറത്താൽ ഡി ടി ബൈ ടി, ഡി ടി ബൈ ടി ലോഗ് മോഡിറ്റി. ഇവിടെ 1/2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് മോഡ് 1 പ്ലസ് വൈ സ്ക്വയർ ഡെറിവേറ്റീവാണ് 2y. അപ്പോൾ ഡിനോമീറ്ററിൻ്റെ ഡെറിവേറ്റീവ് മോഡ് വന്നാൽ പിന്നെ ലോഗ് മോഡ് ഡിനോമീറ്റർ അങ്ങ് എഴുതി കഴിയുന്നൊന്നും ചെയ്യാനില്ല. പ്ലസ് സി. ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി എന്ന് എഴുതാം. ആ സ്റ്റെപ്പ് കൂടി ചെയ്താൽ മൈനസ് 1/2 ഇൻറ്റു ലോഗ് മോഡ് ടി പ്ലസ് 1/2 ഇൻറ്റു ലോഗ് മോഡ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സി. ടീൻ്റെ വില എന്തായാലും 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1/2 ലോഗ് മോഡ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സി. മൈനസ് 1/2 ലോഗ് മോഡ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1/2 ലോഗ് മോഡ് 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ സി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ആക്കുക ആദ്യം, അതിന് ശേഷം ഇൻ്റഗ്രേഷൻ നടത്തുക. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ജനറൽ സൊല്യൂഷൻ. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഇസ്ക്വലും 1 പ്ലസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതുമായി തന്നെ സോൾവ് ചെയ്യാൻ തന്നെ പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്
ഡി വൈൻ്റെ അടുത്ത് 1+x² പറ്റില്ല, അതാണ് വന്നത്. ഡി എക്സിൻ്റെ അടുത്ത് 1+y² പറ്റില്ല. അപ്പം രണ്ടുകൂടെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് അങ്ങോട്ട് പോകും, അത് ഇങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ സ്റ്റെപ്പ് കട്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഏതാണോ പറ്റാത്തത്, 2 ഫാക്ടറിൻ്റെ രണ്ടോടെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1+y² ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡി എക്സിൻ്റെ ഈ 1+x² അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. ഡി വൈൻ്റെ അടുത്ത് വൈൻ്റെ ടേമുകളോ ഡി എക്സിൻ്റെ അടുത്ത് എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ആക്കുക, അങ്ങനെ ക്രോസ് ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ആക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/1+x² ടാൻ ഇൻവേഴ്സ് x എന്നാണ്. അപ്പോൾ 1/1+y² ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് y = ടാൻ ഇൻവേഴ്സ് x പ്ലസ് സി ഉണ്ടാവും. ടാൻ ഇൻവേഴ്സ് y = ടാൻ ഇൻവേഴ്സ് x പ്ലസ് സി. ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ sec² x tan y dx c² y tan x dy = 0. ഇവിടെ നോക്കുമ്പോൾ ഡി എക്സിൻ്റെ അടുത്ത് c² x പ്രശ്നമില്ല, ടാൻ വൈ ഇവിടെ പറ്റൂല, ടാൻ വൈനോട് ഒഴിവാക്കാം. ഡി വൈൻ്റെ അടുത്ത് c² y പറ്റും, ടാൻ എക്സ് അവിടെ പറ്റൂല. അപ്പോൾ ടാൻ വൈയും ടാൻ എക്സും ആണ് ഒഴിവാണ്ട്. അപ്പോൾ ടാൻ വൈ ഇൻറ്റു ടാൻ എക്സ് കൊണ്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്യാം. എല്ലാ ടൈമിനെയും ടാൻ വൈ ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ sec² x tan y dx tan y tan x. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് tan y tan x കൊണ്ട് 2 എവിടെയൊക്കെയാണ്, ഇവിടെ ആയിരിക്കണം, ഇവിടെ ആയിരിക്കണം, അവിടെ ആയിരിക്കണം. c² y tan x dy tan y tan x. tan y tan x എന്നോ അതിന് tan x tan y എന്നോ അതൊന്നും പ്രശ്നമല്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെ വരിക. ഇവിടെ tan y കിട്ടിയാൽ പിന്നെ sec² x dx tan x. ഇവിടെ tan x ഉം tan x ഉം പോയി. പിന്നെ sec² x tan y sec² y tan y എന്നുണ്ടാവും. ഇനി വേരിയബിൾ സെപ്പറബിളായി ഈ സൈഡിൽ ഡി എക്സിൻ്റെ എക്സിലെ ഫംഗ്ഷൻ ഡി വൈന് എടുക്കുക, ഡി വൈനും കൂടി ഉണ്ടാവും. dy = 0. വേരിയബിൾ സെപ്പറബിളായി ഇൻറ്റഗ്രേഷൻ നടത്തുകയാണ്. 2 സൈഡും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ c² x എന്നാണ്. ഇൻ്റഗ്രൽ c² x dx. ഇൻ്റഗ്രൽ 2 സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. tan എക്സിൻ്റെ ഡെറിവേറ്റീവാണ് c² x. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കറക്റ്റ് മോഡ് വന്നാൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്നാണ്. നേരത്തെ നമുക്കറിയാം. tan y ഡെറിവേറ്റീവാണ് c² y. ലോഗ് മോഡ് tan x പ്ലസ് ലോഗ് മോഡ് tan y = c എന്നുണ്ടാവും. ഈ സീനെ നമുക്ക് വേണമെങ്കിൽ ലോഗ് മോഡ് c എന്ന് എഴുതാം. c എന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വേറൊരു കോൺസ്റ്റൻറ്റിൻ്റെ ഫോമിൽ എഴുതാലോ. ഈ c തന്നെയാണ് ഇവിടുത്തെ ലോഗ് മോഡ് c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് നമുക്ക് ഏത് ഫോമിൽ എഴുതാം. ലോഗ് a പ്ലസ് ലോഗ് b എന്നാണ് ലോഗ് ab എന്നാണ്. ലോഗ് tan x tan y = ലോഗ് മോഡ് c. ലോഗ് 2 സൈഡ് ലോഗും ഒഴിവാക്കുക, 2 സൈഡ് മോഡുലസും ഒഴിവാക്കുക, ലോഗ് ഒഴിവാക്കിയാൽ പിന്നെ tan x tan y = c ഉണ്ടാവും. tan x tan y = c. അടുത്ത ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. dy dx -4xy² എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. y = 1 ആണ് എപ്പോഴും. പിന്നെ x = 0. x 0 ആകുമ്പോൾ y 1 ആണെന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണുമ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വിലയും കൂടി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ സിയിൽ നിർത്താം. അത് സീൻ്റെ വിലയും കൂടി കണ്ടുപിടിക്കണം. അതിനൊരു കണ്ടീഷനും തരും. ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്ത തന്നെ
ഡി വൈ ബൈ ഡി എക്സ് ഇക്കൽ മൈനസ് 4x വൈ സ്ക്വയർ തന്നാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി വൈ ഇക്കൽ മൈനസ് 4x വൈ സ്ക്വയർ ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ഡി എക്സ് ഇവിടെ കയറും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ മുകളിലെത്തും. അങ്ങനെയാണല്ലോ. ഇവിടെ മുകളിലാണ് താഴെ വരും. ഈ വൈ സ്ക്വയർ അവിടെ പറ്റൂല. ഡി എക്സിന് അടുത്ത് വൈ സ്ക്വയർ അത് മറ്റൊരു മേച്ചാവില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡി വൈ ബൈ വൈ സ്ക്വയർ ഇക്കൽ മൈനസ് 4x ഡി എക്സ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഡി വൈ ബൈ വൈ സ്ക്വയർ ഇക്കൽ മൈനസ് 4x ഡി എക്സ്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ആ കണ്ടീഷൻ ഞാൻ തൽക്കാലം വായിക്കുകയാണ്. പിന്നെ അതിലേക്ക് വരാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ dy by y square is equal to integral minus 4x dx. y raised to minus 2 എന്ന് എഴുതാം. മൈനസ് 4 പുറത്ത് എക്സ് ഡി എക്സ് എന്നൊക്കെ എഴുതാം. ഇതൊക്കെ ഇൻറ്റഗ്രേഷനാണ് പഠിച്ച ചെറിയ ഇൻറ്റഗ്രേഷനാണ്. മൈനസ് 4 പുറത്തെടുക്കുക. അപ്പോൾ എക്സ് ഡി എക്സ് ഇവിടെ 1 ബൈ വൈ സ്ക്വയറിന് വൈ റേഷ് മൈനസ് 2 എന്ന് എഴുതാം. വൈ റേഷ് മൈനസ് 2ൻ്റെ ഇൻറ്റഗ്രൽ വൈ റേഷ് മൈനസ് 1 ബൈ മൈനസ് 1 എന്നാണ്. ഇക്വൽ മൈനസ് 4ൻ്റെ എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ് പ്ലസ് സി. ഈ വൈ റേഷ് മൈനസ് 1ന് 1 ബൈ വൈ എന്ന് എഴുതാം. അപ്പോൾ മൈനസ് 1 ബൈ വൈ എന്നാകും. മൈനസ് 1 ബൈ വൈ സികലോ മൈനസ് 2x സ്ക്വയർ പ്ലസ് സി. 4 2 വെട്ടി 2 മുകളിലുണ്ടാവും. മൈനസ് 2x സ്ക്വയർ പ്ലസ് സി എന്നുണ്ടാവും. മൈനസ് 1 മൾട്ടിപ്ലൈ ആണെങ്കിൽ 1 ബൈ വൈ സികലും 2x സ്ക്വയർ മൈനസ് സി എന്നും എഴുതാം. നിർബന്ധമില്ല. ഈ തുടക്കത്തിൽ മൈനസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ 1 ബൈ വൈ സികലും ഇത് മൈനസൊക്കെ പ്ലസും പ്ലസ് മൈനസോ 1 ബൈ വൈ സികലും 2x സ്ക്വയർ മൈനസ് സി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ നോക്കാം. നമ്മൾ സാധാ സ്ഥിതിയിലാണ് ഇവിടെ നിർത്താം. ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ തൽക്കാലം ഇവിടെ നിർത്താം. പെർട്ടിക്കുലർ സൊല്യൂഷൻ ആകുമ്പോൾ സീൻ്റെ വില കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കുക. ഇത് വ്യത്യാസം ഇനി അങ്ങോട്ടാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. y 1 ആകുമ്പോൾ x 0 ആണെന്നൊരു കണ്ടീഷൻ ഉണ്ട്. ക്വസ്റ്റിൻ്റെ കൂടെയുള്ള കണ്ടീഷനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സീൻ്റെ വില കാണുന്നത്. ഇപ്പോൾ x 0 ആകുമ്പോൾ y 1 ആണ്. ഇപ്പം ഞാനിവിടെ yക്ക് 1 കൊടുക്കും. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കണം. y 1 കൊടുക്കുമ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കണമല്ലോ. ഇവിടെ 1 ബൈ 1 is equal to 2 into 0 square minus c ആയി. ഇപ്പോൾ 1 is equal to 0 minus c. 1 equal minus c, c is equal minus 1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. c is equal minus 1. ഇനി ഇക്വേഷൻ നമ്പർ 1ൽ സീൻ്റെ വില കൊടുത്തായി. ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മൾ ശരിക്കും സൊല്യൂഷൻ കണ്ടിച്ച്. അവിടെ സീൻ്റെ വില മൈനസ് 1 കൊടുത്താൽ 1 ബൈ വൈ is equal to 2x സ്ക്വയർ മൈനസ് സീൻ്റെ വില ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സി തന്നെ മൈനസ് 1 ആണ്. അപ്പോൾ പ്ലസ് 1 പ്ലസ് ആവും. 1 ബൈ വൈ സികലോ 2x സ്ക്വയർ പ്ലസ് 1. ഇതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ സീൻ്റെ വിലയും കൂടി കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നൊക്കെ പറയും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 2x y ഡാഷ് ഇസ്കൾ 3y എന്നാണ് ക്വസ്റ്റ്യൻ. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ് അവൾ പറയുന്നത്. y1 ഇസ്കൾ 4. y1 ഈക്വൽ 4 എന്നാൽ എക്സിന് 1 ആകുമ്പോൾ y 4 എന്നതിൻ്റെ അർത്ഥം. y1 4 എന്നാൽ y ഓഫ് 1 ഈക്വൽ 4. എക്സിന് 1 എന്നുള്ള വില എടുക്കും. y-ൻ്റെ വില 4 ആണ്. എക്സ് 1 ആകുമ്പോൾ y 4 ആണ് കണ്ടീഷൻ. ഇനി ഇങ്ങോട്ട് നോക്കുക. 2xന് y ഡാഷ് എന്ന് പറഞ്ഞാൽ dy ബൈ dx ആണ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ dy ബൈ dx. ഇനി ക്രോസ് dxന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2x dy ഈക്വൽ 3y dx. dx ഇവിടെ കയറി. ഇനി വൈകിനെ അങ്ങോട്ട് കൊണ്ടുവരണം. എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവിടെ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ ആയി. വേരിയബിൾ സെപ്പറബിൾ ആയാൽ ഇനി ഇൻറ്റഗ്രേഷൻ നടക്കും. കണ്ടീഷനെ മായ്ക്കുകയാണ് ഇപ്പോൾ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ലോഗ് മോഡ് y 3 ഇൻറ്റു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് വരുന്നത്. 2 ഇൻറ്റു ലോഗ് മോഡ്. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ലോഗ് വൈ സ്ക്വയറിനൊക്കെ എഴുതാം. ലോഗ് വൈ സ്ക്വയറിന് 2 ലോഗ് വൈ എന്നാണോ. ഇതിനെ ലോഗ് എക്സ് ക്യൂബ് എന്ന് എഴുതാം.
ആ സീനെ ലോഗ് മോഡ് സീൻ എഴുതാം. ഈ സീ നമുക്ക് എന്ത് ചെയ്താണെങ്കിൽ നേരത്തെ ഇതേമാതിരി കോൺസ്റ്റൻറ്റ് വേറൊരു ഫോമാണ്. കോൺസ്റ്റൻറ്റ് നമുക്ക് ഏത് ഫോമിൽ ചെയ്തത് കോൺസ്റ്റൻറ്റ് ആയിക്കണം മാത്രമേ ഉള്ളൂ. ലോഗ് മോഡ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് ആ ഫോമിൽ എഴുതിയത് മാത്രം. ഇനി ലോഗ് മോഡ് വൈ സ്ക്വയർ ഇസ്വൽ ലോഗ് മോഡ് എക്സ് ക്യൂബ് സി എന്നുണ്ടാവും. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാൽ ലോഗ് എ ബി എന്നാണ്. ലോഗ് മോഡ് വൈ സ്ക്വയർ ഇസ്വൽ ലോഗ് മോഡ് സി എക്സ് ക്യൂബ്. ലോഗും മോഡും രണ്ട് സൈഡിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ സ്ക്വയർ ഇസ്വൽ സി എക്സ് ക്യൂബ്. ശരിക്കും ജനറൽ സൊല്യൂഷൻ ആണ് അവിടെ നിർത്താനും. വൈ സ്ക്വയർ ഇസ്വൽ സി എക്സ് ക്യൂബിൽ നിർത്തിയാൽ ആൻസർ ആയിരുന്നു. പക്ഷെ അവിടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടീഷൻ തന്നുകൊണ്ട് കണ്ടീഷൻ എന്താണ്? എക്സ് 1 ആകുമ്പോൾ വൈ 4 എന്നാവും. എക്സ് 1 ആകുമ്പോൾ വൈ 4 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം, വൈൻ്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുത്താൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ 16 ഇസ്വൽ സി ഇൻറ്റു 1. 16 ഇസ്വൽ സി, സി ഇസ്വൽ 16 എന്നാണ് വരുന്നത്. അങ്ങനെ ഇക്വേഷൻ നമ്പർ 1 സീൻ്റെ പോലെ 16 എടുത്താൽ വൈ സ്ക്വയർ ഇസ്വൽ 16 എക്സ് ക്യൂബ് എന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇക്വേഷൻ അത് കർവ് എന്നൊക്കെ കാണാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. കർവ് ഒരു കർവാണ്. പാസിയം ത്രൂ ദി പോയിൻറ്റ് 1 1 ആണ്. ഡിഫറൻഷിയേഷൻ എക്സ് ഡി വൈ ഇസ്വൽ 2x സ്ക്വയർ പ്ലസ് 1 dx എന്നാണ്. ഇതിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഡി വൈ ഇസ്വൽ 2x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ആയി. ഈ എക്സ് ഡി വൈ എക്സ് പറ്റില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഡി വൈ ഇസ്വൽ 2x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് എന്നാണ്. എന്നിത് വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വൈ എന്നുണ്ടാകും. ഇവിടെ 2x സ്ക്വയർ ബൈ എക്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് 1 ബൈ എക്സ് എന്നുണ്ടാകും ഡി എക്സ്. എന്നിട്ട് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് തന്നെ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പുറത്ത് വൈ ആണ്, അപ്പുറത്ത് 2x സ്ക്വയർ ബൈ 2 എന്നുണ്ടാവും. വൈ ഇസ് ഈക്വൽ 2 ഇൻറ്റു എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 1 ബൈ എക്സിൻ്റെ ലോഗ് മോഡ് സി, പിന്നെ ഒരു ലോഗ് മോഡ് എക്സും ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടാവും. ഇവിടെ തന്നെ 2 ഇൻറ്റു വെട്ടാം. 2 ഇൻറ്റു വെട്ടി കഴിഞ്ഞാൽ പിന്നെ എക്സ് സ്ക്വയർ മാത്രമേ ഉണ്ടാവും. അപ്പോൾ വൈ ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ്. ഇവിടെ നിർത്താനും ശരി ജനറൽ സൊല്യൂഷനാണ് അവിടെ നിർത്താനും. പക്ഷെ നമുക്കൊരു പാസിയം ത്രൂതി പോകാൻ 1 1 എന്നൊക്കെ അതൊരു കണ്ടീഷൻ. ആ എക്സ് 1 വൈ 1 ആണ്. എക്സ് 1 ആവും വൈ 1 എന്നാണ് അതിൻ്റെ മീനിങ്. എക്സും 1 വൈയും 1. അപ്പോൾ വൈ 1 ഇസ്വൽ 1 സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് 1 പ്ലസ് സി എന്താ 1 ഇസ്വൽ 1 പ്ലസ് 0. ലോഗ് 1 0 ആണ്. അപ്പോൾ സി പ്ലസ് 1 ഇസ്വൽ 1. സി ഇസ്വൽ 1 മൈനസ് 1. സി 0 എന്നാണ് ഇവിടെ വരുന്നത്. സി 0 എന്നാണ്. അപ്പോൾ സി ആ ഇക്വേഷൻ ഏതായാലും നേരത്തെ കിട്ടിയ ഇക്വേഷൻ വൈ ഇസ്വൽ എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് ഇക്വേഷൻ്റെ അത് സീൻ്റെ പോലെ 0 എന്ന് കൊടുത്താൽ ആൻസറായി. നമ്മൾ ചെയ്യുന്നതൊക്കെ വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇതന്നെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലെങ്കിൽ കണ്ടീഷൻ തന്നാൽ എക്സിന് വൈൻ്റെ വില തന്നാൽ അത് വെച്ച് സീൻ്റെ വിലയും കൂടി കിട്ടും. അല്ലെങ്കിൽ സീൻ്റെ വില കാണണ്ട, സി തന്നെ. ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ നിൽക്കാറ് പാസിയം ത്രൂ ദി പോയിൻറ്റ് -2 3. ഈ -2 3 തരുന്നത് എക്സ് -2 ആകുമ്പോൾ വൈ 3 ആണ്. സി കാണാൻ വേണ്ടിയിട്ടാണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് നട്ടോ തന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ 2x ബൈ വൈ സ്ക്വയർ എന്നാണ് തരേണ്ടി വരും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2x ബൈ വൈ സ്ക്വയർ തരുന്നതിന് പകരം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ആണ് തന്നത്. ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ 2x ബൈ വൈ സ്ക്വയർ എന്നാണ് ഈ ക്വസ്റ്റിന് തരേണ്ടത്. പക്ഷേ അതിന് പകരം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്നാണ് തന്നത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഡി വൈ ബൈ ഡി എക്സ്. പിന്നെ അത് വേരിയബിൾ സെപ്പറബിൾ ആക്കുക. വേരിയബിൾ സെപ്പറബിൾ ആക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്. അത് എക്സിന് -2 ആകുമ്പോൾ വൈ 3 എന്നാണ്. അപ്പോൾ സിക്ക് ഒരു വില കിട്ടും. അതേമാതിരി ചെയ്യാം. വേറെ ഡി വൈ ബൈ ഡി എക്സ് സികളു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
dy is equal to 1 plus x square into 1 plus y square dx. dx അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 1 plus y square അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് വേറെ ചെയ്യാം. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. ഈ 1 plus y square അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ വേരിയബിൾ സെപ്പറബിളായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അത് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ ആക്കേണ്ടി. അങ്ങോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഇ റൈസ് എക്സ് ഉണ്ട്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ടാൻ വൈ ഡി എക്സ് 1 മൈനസ് ഇ റൈസ് എക്സ് സിക്സ് സ്ക്വയർ വൈ ഡി വൈ ഇക്വൽസ്. ഇപ്പോൾ ഇവിടെ ഡി എക്സിൻ്റെ അടുത്ത് ഇ റൈസ് എക്സ് ടാൻ വൈ പറ്റില്ല. ഡി വൈൻ്റെ അടുത്ത് 1 മൈനസ് ഇ റൈസ് എക്സും പറ്റും. അപ്പോൾ ആ രണ്ട് ടേം എന്താണ്, ആ രണ്ട് ടേം കൊണ്ട് ഒന്നിച്ചങ്ങ് ഡിവൈഡ് ചെയ്യും. ഒന്നിച്ചങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. അവിടെ സി സ്ക്വയർ വൈയും ഡി വൈയും അവിടെ ഉണ്ടാവും, ടാൻ വൈ ഉണ്ടാവും, ഈക്വൽ 0. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആവും. വേരിയബിൾ സെപ്പറബിൾ ആയാൽ പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡി എക്സിൻ്റെ എക്സ് മാത്രമേ ഉള്ളൂ, ഡി വൈൻ്റെ വൈ മാത്രമേ കിട്ടും. അങ്ങനെ ഇൻ്റഗ്രേറ്റ്. ഇതാണ് വേരിയബിൾ സെപ്പറബിളിൻ്റെ പ്രത്യേകത. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. വേരിയബിൾ സെപ്പറബിൾ ഡിവൈഡ് ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ആക്കി ചെയ്യാം. കാരണം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ്. ഡി വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിന് ഡി എക്സ്. വേരിയബിൾ സെപ്പറബിളായി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 വെച്ചാണ് ചെയ്യുക. ഇൻറ്റു 1 വെച്ചിട്ട് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണും. സൈൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് കാണാൻ അറിയാം. കണ്ടിട്ട് അതിൻ്റെ ആൻസർ അവിടെ എഴുതി വെച്ചാൽ കഴിഞ്ഞു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അത് പിന്നെ ഇവിടെ വരുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ അവസാനം വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യനോട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 1. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, y 0 ആകുമ്പോൾ എക്സ് 2 സി കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡി വൈ ഈക്വൽ ഡി എക്സ്. ഡി എക്സ് ആണ് അവർ ക്ലോസ് ചെയ്യും. ഡി വൈൻ്റെ അടുത്ത് ഇതൊന്നും പറ്റൂലോ. ഇപ്പോൾ ഡി വൈ ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ചെയ്തു. എന്നിട്ട് ഡി വൈ ഈക്വൽ ടു ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താക്കേണ്ടതെന്ന് അറിയാം. ആ പാർഷ്യപ്രാക്ഷൻ ആക്കേണ്ടി വരും. കാരണം അവിടെ എന്താ വരുന്നതെന്ന് അറിയാം. ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്നാണ് വരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 വരും. അപ്പോൾ ആ ഇൻ്റഗ്രൽ സെപ്പറേറ്റ് വേറെ ചെയ്യണം. ആ ഇൻ്റഗ്രൽ എന്താക്കണം, 1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അതിന് എ ബൈ എക്സ് ബി ബൈ എക്സ് പ്ലസ് 1 സി ബൈ എക്സ് മൈനസ് 1 പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എ ബി സി കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് എക്കും ബിക്കും സിക്കും വില കിട്ടും. അപ്പോൾ ലോഗ് മോഡലിലേക്കാണ് ആൻസർ വരിക. അങ്ങനെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ സൈഡിൽ വൈ ഉണ്ടാകുക, ആ സൈഡിൽ ഈ കിട്ടുന്ന ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഉണ്ടാകുക. അങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഇതിൽ വന്ന് കഴിഞ്ഞതിൽ സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡിൽ ഫുള്ള് അറിയുന്നവർക്ക് വിഷയമൊന്നും ഉണ്ടാവില്ല. ഈ രീതിയിലെ ക്വസ്റ്റ്യനാണ്. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ആകുക എന്നുള്ളതാണ്. ഡി വൈൻ്റെ അടുത്ത് വൈയിലെ ഫംഗ്ഷൻ വരണം, ഡി എക്സിൻ്റെ അടുത്ത് എക്സുള്ള ഫംഗ്ഷനും വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുറമെടുക്കാനൊക്കെ ഉണ്ടാവും. പുറമെടുത്തിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഏതാണ് ഒഴിവാക്കേണ്ടത് നോക്കുക, ഒഴിവാക്കേണ്ടത് കൂടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ അവിടെ അങ്ങോട്ട് പോകും, അവിടുത്തെ ഇങ്ങോട്ട് താഴോട്ട് വരും. അങ്ങനെ വന്നിട്ട് വേരിയബിൾ സെപ്പറബിൾ ആവും. വേരിയബിൾ സെപ്പറബിളായ പിന്നെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അത് അവിടെ എഴുതിച്ചാൽ മതി. അതേസമയം പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ തരും, എക്സ് ഇത്ര ആവും വൈ ഇത്ര അങ്ങനെയൊക്കെ തരും. അല്ലെങ്കിൽ 1 1 പോയിൻ്റാ തരും. 1 1 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആവും വൈ 1 എന്നാണ്. അപ്പോൾ അങ്ങനെ എക്സിനും വൈക്കും വില കൊടുക്കുമ്പോൾ സി കിട്ടും, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ആ സീൻ്റെ വില അവിടെ എഴുതി വെച്ചാൽ മതി.
അങ്ങനെ കണ്ടീഷൻ തന്നാൽ ഇതാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫസ്റ്റ് ടൈപ്പാണ് വേരിയബിൾ സെപ്പറബിൾ. ഇതാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ആണ്. അതൊന്ന് കാര്യമായി ശ്രദ്ധിക്കുക. ഓക്കെ.